ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. ഡെവിൾസ് ഡബിൾ നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞിടത്തിന് യുബാരെ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ള അറിയിച്ചു. പിന്നെ മാമൻ എന്ന് പറഞ്ഞിടത്തിന് സാറ്റലൈറ്റ് റൈറ്റ്സും ഡിജിറ്റൽ റൈറ്റ്സും എടുത്തിരിക്കുന്നത് Z5ഉം Z തമിഴൊക്കെ എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ പീസ് മേക്കർ എന്ന് പറഞ്ഞ സീരീസിന്റെ അടുത്ത സീസൺ വരാൻ പോവാണ്, പുതിയ സീസൺ. അത് മാക്സിലൂടെ ഓഗസ്റ്റ് 21 പുറത്തിറങ്ങുമെന്നുള്ള അറിയിച്ചു. പിന്നെ തുടരും എന്ന് പറഞ്ഞിടത്തിന്റെ തമിഴ്നാട് ടീച്ചർ ലിസ്റ്റ് വന്നിട്ടുണ്ട്, അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ തേർഡ് വീക്കിലത്തെ കേരളത്തിലെ ടീച്ചർ ലിസ്റ്റ് വന്നിട്ടുണ്ട്, അത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അടുത്ത കൺമണി പൂവ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടൊന്ന് പുറത്തിറങ്ങുന്നു, ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. വീഡിയോ സോങ്ങിന്റെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ രജപുത്തിരൻ എന്നാണ് തോന്നുന്നുണ്ട് ഈ പടത്തിന്റെ പേര്. എന്തായാലും ആ പടത്തിന്റെ ടീച്ചർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ കാലം മേഘ കരികേന്തി എന്ന് പറഞ്ഞിട്ടുള്ള സൺനെക്സ്റ്റിലൂടെ ഇന്ന് കിടന്നുറങ്ങാൻ 12 മണിക്ക് പുറത്തിറക്കിയിട്ടുണ്ട് 9-ാം തീയതി. പിന്നെ റെട്രോ എന്ന് പറഞ്ഞിടത്തെ ലവ് ഡിറ്റോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ലിറിക്കൽ വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഡിറ്റക്റ്റീവ് ഉജ്ജലം എന്ന് പറഞ്ഞിടത്തിന്റെ ഭാഗത്ത് നിന്ന് പുതിയ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. പടം മെയ് 23-ാം തീയതിയാണ് റിലീസ് ആവുന്നുള്ള അറിയിച്ചുകൊണ്ട് ഓൾറെഡി മെയ് 23-ാം തീയതി എന്നുള്ള റിലീസ് ഡേറ്റ് അറിയിച്ചാണ്. അപ്പോൾ ഒന്നുകൂടി കൺഫേം ചെയ്തുകൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുള്ളതാണ്. പിന്നെ അത് ഡിപ്ലോമേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പടം നെറ്റ്ഫ്ലിക്സിലൂടെ മെയ് 9-ാം തീയതി എന്ന് ചെന്ന് പുറത്തിറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോൺ അബ്രാമിന്റെ പടമാണ്. ഓൾറെഡി ഈ ടൈം ആകുമ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ടാവും. പിന്നെ നരിവേട്ട എന്ന് പറഞ്ഞിട്ടുള്ള ടോവിനോ തോമസിന്റെ പടം വരുന്നുണ്ട്. അതിന്റെ കർണാടകത്തിലെ തിയേറ്ററിൽ എടുത്തിരിക്കുന്നത് ബാംഗ്ലൂർ കുമാർ ഫിലിംസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനിയാണ് അറിയിച്ചു. പിന്നെ റൈഡ് 2 എന്ന് പറഞ്ഞിടത്തിന്റെ ഇതുവരെയുള്ള കളക്ഷൻ 93.56 കോടിയെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ റാംപോത്തിൻ്റെ 22-ാമത്തെ പടത്തിന്റെ ടൈറ്റിൽ ഫിലിംസ് ഈ മെയ് 15-ാം തീയതി എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ പെപ്പെ അഭിനയിക്കുന്ന അല്ലെങ്കിൽ ഷെരീഫ് മുഹമ്മദ് അടുത്തായിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നത് 2ാമത്തെ പ്രൊഡക്ഷനിൽ വരുന്ന പടമാണ് കാട്ടാല എന്ന് പറഞ്ഞിട്ടുള്ള പടം. അവിടത്തിന്റെ ഒരു പുതിയ പോസ്റ്റർ കണ്ടിട്ടുണ്ട്, എന്തായാലും സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഐ എം ഗെയിം എന്ന് പറഞ്ഞിട്ടുള്ള ദുൽഖർ സൽമാന്റെ മലയാളത്തിൽ വരാൻ പോണ പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ കുറച്ച് സ്റ്റിൽസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ സിദ്ധാർത്ഥിന്റെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, അതിന് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ പടക്കളം എന്ന് പറഞ്ഞിട്ടുള്ള പടം തിയേറ്ററിൽ റിലീസായിരുന്നു. എന്തായാലും പടത്തിന് കുഴപ്പമില്ലാത്ത റിവ്യൂസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സർക്കിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആസിബലിന്റെ പടം പുറത്തിറങ്ങിയിരുന്നു, അതിന് നല്ല അഭിപ്രായം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ കേരള ടീച്ചേഴ്സ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ പടത്തിന് നല്ല അഭിപ്രായം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ദിലീപ് തിരിച്ചു വന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇതിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലത്തെ ടീച്ചേഴ്സ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഹിറ്റ് ദ തേർഡ് കേസ് എന്ന് പറഞ്ഞിട്ടുള്ള നാനിയുടെ പടത്തിന്റെ ഒരു പുതിയ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ഡെഡ്ലി ഹിറ്റ് കോംബോ എന്നുള്ള രീതിയിലാണ് പോസ്റ്റർ കണ്ടിട്ടുള്ളത്. എന്ന് വെച്ചാൽ അതിശേഷമായിരുന്നു ഹിറ്റ് 2-ൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, ഹിറ്റ് 3-ൽ നാനിയാണ്. അപ്പോൾ ഈ രണ്ടാക്കാരുടെയും കൂടിയിട്ടുള്ള ഒരു പോസ്റ്ററാണ്. ഇതിൽ ആൾ വന്നിട്ടുണ്ടായിരുന്നു, അതിശേഷി ക്യാമിയോ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് ഈ പോസ്റ്റർ. പിന്നെ പടം കേരളത്തിൽ ഇതുവരെയായിട്ട് 1.10 കോടിയാണ് നേടിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല കളക്ഷൻ തന്നെയാണ്. കാരണം തുടരും എന്ന് പറഞ്ഞ പടം ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പടം പുറത്തിറങ്ങിയത്. അതുകൊണ്ട് തന്നെ വലിയ തിയേറ്റേഴ്സ് കിട്ടിയിട്ടില്ല. എൻ്റെ പടം ആകെ കൂടിയിട്ട് ഒറ്റ ഷോ ഒക്കെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് കാണാൻ പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ജോൺ വിക്ക് ചാപ്റ്റർ 5 എന്ന് പറഞ്ഞിട്ടുള്ള പടം, ആ പടത്തിൽ കംപ്ലീറ്റ് എന്ന് വെച്ചാൽ പുതിയതായിട്ടുള്ളൊരു സ്റ്റോറി ആയിരിക്കും വരിക എന്നുള്ളത് ഇതിൻ്റെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ 1-ാം ഭാഗം 2-ാം ഭാഗം 3-ാം ഭാഗം 4-ാം ഭാഗം ഇതിനായിട്ട് ബന്ധമില്ലാത്ത രീതിയിലുള്ള ഒരു സംഭവമായിരിക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ ടിനി ബാബുജിൻ്റെ അടുത്ത പടത്തിൻ്റെ പൂജ നടന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഷൂട്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാപ്പോട്ടിൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഇതിൽ നായകനായിരുന്ന സജിൻ ഗോപ എന്നുള്ളതാണ് കേട്ടത്, ഒഫീഷ്യലായ കൺഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ NTR നീൽ എന്ന് പറഞ്ഞിട്ടുള്ള പടം, NTR വെച്ചിട്ട് പ്രശാന്ത് നീൽ എടുക്കുന്ന പടമാണ്. ഈ പടത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഫസ്റ്റ് ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയെന്നുള്ള അറിയിച്ചുകൊണ്ട് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഗുഡ് ബൈ ഡഗ്ലി എന്ന് പറഞ്ഞിട്ടുള്ള അജിത് കുമാറിന്റെ പടം നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ, മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള 5 ഭാഷകളിൽ. എന്തായാലും ഞാൻ പടം കണ്ടു, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അത്രക്കൊരു വേസ്റ്റ് പടം, ഇതിനായിട്ട് നല്ല വിടാമുയർച്ചയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് എങ്ങനെയുള്ള എന്തായാലും താഴെ കമന്റ് ചെയ്യുക. ഞാൻ ഇതിന് റേറ്റിംഗ് കൊടുക്കുകയാണ് 10-ൽ 3 ആയിട്ട് കൊടുക്കും. പിന്നെ രാഘവ ലോറൻസ് അഭിനയിക്കുന്ന ബെൻസ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് പോണ്ടിച്ചേരിയിൽ വെച്ച് തുടങ്ങുന്നുള്ള രീതിയിൽ കേട്ടായിരുന്നു. തുടങ്ങിയെന്നുള്ള അറിയത്തില്ല, എന്തായാലും അങ്ങനെ കേട്ടായിരുന്നു. എന്തായാലും ഈ പടത്തിൽ ഇപ്പോൾ നീംപോളി ഒരു റോൾ ചെയ്യേണ്ടെന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്തായാലും നോക്കി നോക്കാൻ വരില്ല എന്നുള്ളതൊക്കെ. പിന്നെ ബിഗ് ബി എന്ന് പറഞ്ഞിട്ടുള്ള പടം ഇറങ്ങിയിട്ട് ഇപ്പോൾ 18 വർഷം കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും 2ാം ഭാഗം അനൗൺസ് ചെയ്തിട്ടും ഇപ്പോൾ അത്യാവശ്യം വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ പടം ഉണ്ടാവും എന്നുള്ളതിനാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ തിരക്കഥൊക്കെ പൂർത്തിയാക്കി എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്, എന്താണെന്നുള്ളതെന്ന് അറിയില്ല. എന്തായാലും അമൽ നീരദിൻ്റെ പ്രൊഡക്ഷനിൽ അതേമാതിരി വേഫാർ ഉദയ പിക്ചേഴ്സ് ഈ പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ കൂടിയിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്ന രീതിയിലായിരിക്കും പടം വരിക എന്നുള്ളതാണ് കേൾക്കുന്നത്. ചിലപ്പോൾ അത് ബിലാൽ തന്നെ ആവുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ വേറൊരു കാര്യം കൂടി കേൾക്കുന്നുണ്ട്, മമ്മൂട്ടിനായിട്ടുള്ള അമൽ നീരദിൻ്റെ അടുത്ത പടം ബിലാലല്ല വേറെ പടം എന്നുള്ള രീതിയിലും കേൾക്കുന്നുണ്ട്. എന്താണെന്നുള്ളതെന്ന് അറിയില്ല. എന്തായാലും കുഞ്ചാക്കോമ ഉണ്ടാവുന്നല്ലൊക്കെ കേൾക്കുന്നുണ്ട് ഈ പടത്തിൽ, എന്ന് വെച്ചാൽ മമ്മൂട്ടിയുടെ പടത്തിൽ. അപ്പോൾ അതുപോലത്തെ അപ്ഡേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ബെല്ലൈക്കൺ ക്ലിക്ക് അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.